മോഹൻ വർഗീസ്, നേരത്തെ നമ്മൾ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളെ പറ്റി ഒന്ന് പരാമർശിച്ചു പോയിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാനിലേക്ക് താലിബാൻ എത്തുന്ന ഘട്ടത്തിൽ അവിടുന്ന് ആദ്യം രക്ഷപ്പെട്ടത് കലാകാരന്മാരാണ്. കാരണം 2001-ൽ എങ്ങനെയാണ് താലിബാൻ കലാകാരന്മാരെ കൈകാര്യം ചെയ്തത് എന്നതിൻ്റെ കൃത്യമായ ബോധ്യം അവർക്കുള്ളതുകൊണ്ട് 2021-ൽ അവരെല്ലാം നാട് വിട്ടുപോയി. ഉള്ള ആളുകളാണെങ്കിൽ അവരെല്ലാം സംഗീതമൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിൽ പിടിമുറുക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ മറ്റൊരു അയൽ രാജ്യത്ത്. ഗൗതം, 2001 എന്ന വർഷം ഒരു വിധി നിർണായകമായ ഒരു വർഷമായിരുന്നു. ആ വർഷമാണല്ലോ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ അഭിമാന സ്തംഭമായിരുന്ന ട്വിൻ ടവേഴ്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണ വിധേയമായത്. അപ്പം അന്ന് മുതൽ തന്നെ ഒരു തിരുത്തൽ ശക്തി, ഇപ്പം ലോകത്തിൻ്റെ ഒരു പാരഡൈം ഫിക്സ് ചെയ്തത് ഒരു വെസ്റ്റേൺ ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റൻറ്റ് അമേരിക്ക നിയന്ത്രിക്കുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് ഫോഴ്സസ് ആണ്. അപ്പോൾ ആ ഒരു ലോകക്രമത്തിനെതിരെ രണ്ടാമത്തെ ഒരു സിവിലൈസേഷണൽ ശക്തിയായ ഇസ്ലാമിൻ്റെ ഒരു റിയാക്ഷൻ എന്ന രീതിയിലാണ് ലോകം അതിനെ കണ്ടത്. അപ്പോൾ 2001 മുതൽ തന്നെ ലോകത്ത് വിവിധ ഇടങ്ങളിൽ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ കാണുന്നു. അതിനെ ഒരു അംബ്രല ഓർഗനൈസേഷൻ എന്ന രൂപത്തിൽ അൽ ഖൈദ, ലോകത്തെ എല്ലാ ഷിയ ഗ്രൂപ്പുകൾ, സുന്നി ഗ്രൂപ്പുകൾ, മറ്റ് പല ഗ്രൂപ്പുകൾ, വിവിധ രാജ്യങ്ങളിലെ ഗ്രൂപ്പുകൾ അമേരിക്ക താല്പര്യത്തിനെതിരെ, വെസ്റ്റേൺ താല്പര്യങ്ങൾക്കെതിരെ, വെസ്റ്റേൺ കൾച്ചറിനെതിരെ, ഈ സംഗീതവും സിനിമയും എല്ലാം ഉൾക്കൊള്ളുന്ന പാശ്ചാത്യ സംസ്കാരത്തിനെതിരെയുള്ള പ്രാദേശികമായ ഉയർത്തെഴുന്നേൽപ്പുകൾ അത് പല രൂപത്തിൽ വരും. അതിനെയൊക്കെ ചിലരൊക്കെ ഹോളി വാർ, ജിഹാദ് എന്ന് വിളിക്കും, ഇൻറ്റിഫാദ, പലസ്തീനിലൊക്കെ ഇൻറ്റിഫാദ അപ്രൈസിംഗ് എന്ന് വിളിക്കും. പല കോണ്ടെക്സ്റ്റിലാണ് ഈ പല പേരുകളിൽ വിളിക്കുന്നത്. പക്ഷേ ഇത് ലോകത്താകമാനം ഒരു റെസിസ്റ്റൻസ് രൂപപ്പെടുന്നു എന്ന് കാണാം. അവിടെ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴിതാ ഒരു സഹസ്രാബ്ദ ഒരു നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം പിന്നിട്ടിരിക്കുന്നു. 2025 അവസാനത്ത് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഏഷ്യയിലും സതേൺ ഏഷ്യൻ കോണ്ടിനെൻ്റൽ റീജിയനിലും എല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള പരോക്യലിസം വരികയാണ്. അതായത് നാരോ സെക്ടേറിയനിസം, പരോക്യലിസം, ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള നിരവധി തിയേറ്റേഴ്സിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സൂചിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിൽ 2001-ൽ വലിയ രീതിയിലുള്ള ഭരണമാറ്റം ഉണ്ടാകുകയാണ്. താലിബാൻ ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ എന്ന രൂപത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി വന്ന താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നു. ഒസാമ ബിൻ ലാഡന് അഭയം നൽകുന്നു. കാണ്ഡഹാറും കാബൂളും കേന്ദ്രീകരിച്ച് അവിടെ വിധ്വംസക പ്രവർത്തനങ്ങളിലും ലോക വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗാന്ധാര രാജ്യം ആയിരുന്നു. കാണ്ഡഹാർ അതാണല്ലോ ഗാന്ധാരമായിരുന്നു. മഹാഭാരതത്തിൽ ഉൾപ്പെടെ പരാമർശങ്ങളുള്ള ഗാന്ധാര രാജ്യം ഇന്ന് തീർത്തും ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിയിരിക്കുന്നു. ബാമിയാനിലെ ബുദ്ധ പ്രതിമകൾ, അവിടെ ഹൈന്ദവ പാരമ്പര്യം മാത്രമല്ല ബുദ്ധിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു വിശാല ഭൂമികയായിരുന്നല്ലോ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള അഫ്ഗാനിസ്ഥാൻ. അവർ അഫ്പാക് മേഖലയിൽ അവിടുത്തെ ബാമിയാനിലെ ബുദ്ധ പ്രതിമകൾ തകർത്തുകൊണ്ടാണ് അവർ ആഘോഷം തുടങ്ങിയത്. സംഗീതം നിരോധിക്കുന്നു, മറ്റ് പല കലാരൂപങ്ങളും നിയന്ത്രിക്കുന്നു. അപ്പോൾ ഒരു കാലത്ത് ഈ ലോകത്തെ തന്നെ ഫാഷൻ തലസ്ഥാനങ്ങളായിരുന്നു കാബൂളും കാണ്ഡഹാറും. എന്തിന് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ പോലും ഇറാൻ ഷായുടെ കാലഘട്ടത്തിൽ ഒരുപാട് പുരോഗമന ചിന്തകൾ, ആശയങ്ങൾ, സംഗീതം എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ടെഹ്റാൻ. അപ്പം അവിടെ എല്ലാം തന്നെ 1979 ഇസ്ലാമിക റവല്യൂഷൻ, അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന റവല്യൂഷനിലൂടെ ഇറാനിലെ അധികാരം മാറുന്നു. അത് കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായ ഒരു മോഡലാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു പരോക്യൽ സിസ്റ്റം വരുന്നു. അതിനുശേഷം നിരവധി രാജ്യങ്ങൾ IS പിടിമുറുക്കുന്നു. 2000-കളിൽ ആദ്യം വരുമ്പോൾ IS, ഇസ്ലാമിക് സ്റ്റേറ്റ്, സിറിയയിലും ഇറാഖിലും അമേരിക്ക വെക്കേറ്റ് ചെയ്ത ആ ഒരു സമയം നോക്കി സദ്ദാം ഹുസൈൻ്റെ വീഴ്ച മുതലെടുത്തുകൊണ്ട്, ഭരണകൂട അസ്ഥിരത മുതലെടുത്തുകൊണ്ട് ടെറിറ്റോറിയൽ കിങ്ഡം അല്ലെങ്കിൽ ടെറിറ്റോറിയൽ കാലിഫേറ്റ് എന്ന രൂപത്തിൽ വരികയാണ്. അത് അത്യന്തം അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു ഖലീഫയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഒന്നും തന്നെ ഇപ്പോഴത്തെ നിലവിലെ നോംസിന് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കാലിഫിൻ്റെ കീഴിൽ പരമാവധി ഭൂമിയും ജനങ്ങളെയും ഒരു ഇസ്ലാമിക് കാലിഫേറ്റിലേക്ക് കൊണ്ടുവരിക എന്ന വിശാല ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം ഇപ്പോൾ ഇതാ നോർത്ത് ആഫ്രിക്കയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഈജിപ്തിൽ, അൾജീരിയയിൽ, ടുണീഷ്യയിൽ, ലിബിയയിൽ എന്നുവേണ്ട നൈജീരിയയിലെ ബൊക്കോ ഹറാം പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ IS-മായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഒരുപക്ഷെ നൈജീരിയയുടെ
വടക്ക് പടിഞ്ഞാറൻ പ്രദേശമായ സൊക്കോത്തോയിൽ ബോംബ് ചെയ്ത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് രാവിലെ വലിയ രീതിയിലുള്ള അമേരിക്കൻ ആക്രമണം നൈജീരിയൻ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി തന്നെ നൈജീരിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് കടന്നു ചെല്ലാനാവാത്ത ചില ഇടങ്ങളുണ്ട്. വടക്ക് കിഴക്കൻ പ്രദേശം, അവിടെ ബൊക്കോ ഹറാമിനാണ് ആധിപത്യം. അതുപോലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് അവിടെ പുതിയതായി രൂപപ്പെട്ട ചില റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണ്. അത് തട്ടിക്കൊണ്ടുപോകൽ, റാൻസം, മോചനദ്രവ്യം ചോദിക്കൽ എന്ന് വേണ്ട തികഞ്ഞ അരാജകത്വമാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മറവിൽ പലപ്പോഴും ചെയ്യുന്നത് കൊള്ളയും പിടിച്ചുപറിയും ഒക്കെ തന്നെയാണ് നൈജീരിയയിൽ. അതിനുള്ള റെസിസ്റ്റൻസ് വെസ്റ്റേൺ ഡെമോക്രസീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസിസ്റ്റൻസും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ഇതൊരു ത്രെഡിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ കിഴക്കുള്ള ബംഗ്ലാദേശിലാണ്. അവിടെ ബോധപൂർവമായി, ബംഗ്ലാദേശ് ഒരിക്കലും ഒരു വർഗീയ വിദ്വേഷമുള്ളൊരു നാടായിരുന്നില്ല. ബംഗാളികൾ കല, സാഹിത്യം, സംസ്കാരം, ഭാഷ ഇതൊക്കെ അഭിമാനപൂർവ്വം നെഞ്ചിലേറ്റി നടന്ന കവികളുടെ അല്ലേ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാട്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നാട് എന്ന് വേണ്ട എത്രയോ പുരോഗമന കലാസാഹിത്യകാരന്മാർ അവിടെ ഉണ്ടായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈസ്റ്റ് ബംഗാളെന്നോ വെസ്റ്റ് ബംഗാളെന്നോ വ്യത്യാസമില്ലാതെ വലിയ രീതിയിൽ ഉൾക്കൊള്ളലിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സമവായത്തിൻ്റെയും ഒരു പരിധിവരെ സെക്യുലറിസത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ സ്ഫുലിംഗങ്ങളടങ്ങുന്ന ബംഗാൾ അല്ലെങ്കിൽ ബംഗ്ലാദേശ്, കിഴക്കൻ ബംഗ്ലാദേശ് ഇന്ന് തികഞ്ഞ അരാജകവാദികളുടെ നാടായി മാറിയിരിക്കുന്നു, മതഭ്രാന്തന്മാരുടെ നാടായി മാറിയിരിക്കുന്നു. അവിടെ ജമാഅത്തെ ഇസ്ലാമി ഒരു വലിയ ഒരു പ്രോജക്റ്റായി പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി, മറഞ്ഞിരിക്കുന്ന ചില ഛിദ്രശക്തികളുടെ സഹായത്തോടു കൂടി ഒരു പ്രോജക്റ്റായി കണ്ടുകൊണ്ട് ഡീസ്റ്റെബിലൈസ് ഇന്ത്യ എന്ന ഒരു പ്രോജക്റ്റായി കണ്ടുകൊണ്ട് ബംഗ്ലാദേശിൽ ആഴത്തിൽ വേര് ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനവധി ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഈ ദീപു ചന്ദ്രദാസ് കൊലയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എനിത്തിങ് മ്യൂസിക്കൽ, എനിത്തിങ് കൾച്ചറൽ ഈസ് ആൻറ്റി ഇസ്ലാം എന്ന നറേറ്റീവ് പറഞ്ഞുകൊണ്ട് സംഗീത നിശയെ ആക്രമിക്കാൻ നോക്കുകയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണ്, ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് ആ രാജ്യത്തെ അവരാഗ്രഹിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മതരാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് പരമാവധി ആ പ്രദേശത്തെ മുഴുവൻ ഒരു വിശാല ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഗ്രേറ്റർ ബംഗ്ലാദേശ്, ഇന്ത്യയുടെ ജാർഖണ്ഡ്, ബീഹാർ, അതുപോലെ ബംഗാൾ, പശ്ചിമ ബംഗാൾ, അതുപോലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, 7 സിസ്റ്റേഴ്സ്, ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ചേർന്നുകൊണ്ട്, എന്തിന് ഈവൻ റഖൈൻ പ്രോവിൻസ്, ബർമയിലെ റഖൈൻ പ്രോവിൻസ് ഉൾപ്പെടെ അവരുടെ ഭാഗമാക്കിക്കൊണ്ട് വിശാലമായ മാപ്പ് തയ്യാറാക്കിക്കൊണ്ട് ഒരു ബംഗ്ലാദേശീയത, ബംഗ്ലാദേശിൻ്റെ രൂപത്തിൽ അതൊരു ഇസ്ലാമിക നവദേശീയത അവിടെ രൂപപ്പെട്ടു വരികയാണ്. അതിനെ എങ്ങനെയാണ് ഇന്ത്യ അതിനെ കാണുന്നത്? ഈ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഇതിനെ തുച്ഛീകരിച്ച് കാണാനാവുമോ? സംഗീത നിശക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, കണ്ടടയ്ക്കാവുന്നതാണ് എന്ന് തുച്ഛീകരിച്ച് കാണണോ? അതോ ഒരു വിശാല പദ്ധതിയുടെ ഈ സബ് കോണ്ടിനെൻറ്റിനെ ആകെ ഡിസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ബംഗ്ലാദേശിലെ ഒരു ചില ഛിദ്രശക്തികളുടെ കുൽസിതമായ ശ്രമമായി കണ്ടുകൊണ്ട് പ്രതിരോധ നടപടികൾ എടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ കാതലായ ചോദ്യം. ഓക്കെ, അത്